അപ്പോൾ എപ്പോഴാണ് നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ഒരു ഉള്ളിലൊരു ആശയം വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ആദ്യം തുടങ്ങുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്യണം എന്നുള്ളതാണോ? അതെ, ഒരു സാധാരണ നമ്മളൊരു ബിസിനസ്സിന് ഒരു വിഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ശരിക്കും എപ്പോഴും നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ്. എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പേ ഇത് രജിസ്ട്രേഷൻ എടുത്ത ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും ഐഡിയ ഉണ്ടാവില്ല. അവരെന്താ ചെയ്യുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് ആരെങ്കിലും പറയും ഇത് ട്രേഡ് മാർക്ക് എടുക്കണം എന്നുള്ളത്. അപ്പോഴാണ് ഈ പേരിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ലോഗോയുടെ കാര്യങ്ങളോ ഒക്കെ ശ്രദ്ധിക്കുന്നത്. സാധാരണ ഒരു ലോക്കൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അതേ ഒരു പ്രശ്നമല്ല. കാരണം അവർ ബ്രാൻഡ് ചെയ്യുന്ന സമയം ഇപ്പോൾ MyG 3G ആയിരുന്നു ആദ്യം, അത് ഡെവലപ്പായി വരുമ്പോൾ അവർ പേര് മാറ്റി ലോഗോ എല്ലാം ചേഞ്ച് ചെയ്ത് മാറുന്ന. അപ്പോൾ അത് അങ്ങനെ മാറുന്ന ആളുകളുണ്ട്. പക്ഷേ ചെറിയൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷേ ഒരു വിഷൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകളും ഇത് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം നമ്മളൊരു ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെക്ക് ചെയ്ത് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കി രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ സർ. ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സിമിലർ നെയിം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.